ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യമുണ്ട്. കേരളം നിറച്ച് വൈറൽ ഫീവർ, പിന്നെ എന്താണ് അലർജിക്ക് രോഗങ്ങൾ, പിന്നെ ഒരുപാട് രോഗപീഠകൾ ഇന്ന് ജനങ്ങളെ പീഡിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നമ്മളെല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. വലതുകരം ഉയർത്തുക, ഇടതുകരം ചെങ്കിൽ വെക്കാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കേരളത്തിലും ചുറ്റുമുള്ള രാജ്യങ്ങളിലും പകർന്നു പിടിക്കുന്ന എല്ലാ രോഗങ്ങളും എല്ലാ രോഗാണുക്കളും യേശുവിന്റെ നാമത്തിൽ രക്തത്തിന്റെ ശക്തിയിൽ നിർവീര്യമാകട്ടെ. ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ ദേശത്തുമുള്ള വിട്ടുമാറാത്ത രോഗപീഠകളും പകർച്ചവ്യാധികൾ വൈറൽ ഫീവറും യേശുവിന്റെ നാമത്തിൽ തിരുരക്തത്തിന്റെ ശക്തിയിൽ ലൂക്കാ 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. രോഗപീഠകളെ വിട്ടുപോവുക. രോഗാണുക്കളെ തിരുരക്തശക്തിയാൽ നിർവീര്യമാവുക. മാറാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, വളർവാദ രോഗം, രക്തത്തിലെ അഴുക്കുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ടെലിവിഷൻ മേഖലകളിൽ ഇന്റർനെറ്റിലൂടെ പലപ്പോഴും പരസ്പരം തേജോവധം ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും വാക്കേറ്റങ്ങളും വളരെ മോശമായ സംസാരങ്ങളും പെരുകുന്ന കാലമാണിത്. മനുഷ്യന്റെ അധരങ്ങൾ കൊണ്ട് സംസാരിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളെല്ലാം നിരന്തരം വിളിച്ചു പറഞ്ഞ് നമ്മുടെ അന്തരീക്ഷം മലീമസമാകുന്നു. അതിനാൽ എല്ലാ മേഖലകളിലും വിശുദ്ധീകരണം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായി ഭവനമില്ലാത്ത 3 പേർക്ക് ഭവനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഇരിക്കാം. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ധ്യാനത്തിൽ കൂടിയ ശേഷം അത്ഭുതകരമായിട്ട് എന്നോ ഭവനം കിട്ടിയവരൊന്ന് കൈപൊക്കിയേ. ഭവനമില്ലായിരുന്നു, എന്നാൽ ദൈവം അത് ക്രമീകരിച്ചു. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് വന്നേ. ഇതുപോലൊരു ധ്യാനം കൂടിയ ശേഷം അവർ 2 കൈ ഉയർത്തി ഒന്ന് കൈവീശി കാണിച്ചേ. സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ എന്നും വാടകയ്ക്ക് കഴിയേണ്ടി വരിക, അതിനും വരുമാനമില്ല, അങ്ങനെയുള്ള എത്ര പേരാണ്? 10 പേര്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. മാതാവിനെ ആരെങ്കിലും ദർശനത്തിൽ കണ്ടെങ്കിൽ അവരൊന്ന് കൈപൊക്കുക. നമ്മുടെ മധ്യത്തിൽ പരിശുദ്ധി അമ്മ നിൽക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെത്ര പേരുണ്ട്? കൈ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈവീശി കാണിച്ചേ. ക്രിസ്തുവിൻ്റെ സഭ സമ്മേളിക്കുന്നിടത്ത് പരിശുദ്ധ അമ്മയ്ക്ക് എത്തിച്ചേരുവാൻ പറ്റും. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. നിർണായകമായ മധ്യസ്ഥ പ്രാർത്ഥന പരിശുദ്ധ മറിയം നൽകുമെന്ന് കാനായിലെ കല്യാണ വിരുന്നില് അത്ഭുതം പ്രവർത്തിക്കാൻ സമയമായിട്ടില്ല എന്ന് യേശുതമ്പുരാൻ പറഞ്ഞിട്ടും മറിയത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയെ പരിഗണിച്ച് അത്ഭുതം ചെയ്തു. 7 പേര് പരിശുദ്ധ അമ്മയെ ദർശനത്തിൽ കണ്ടു.
ഡിപ്രഷൻ, ഒരു യുവതിക്ക്, ഒരു പെൺകുട്ടിക്ക് കർത്താവ് അത്ഭുത സൗഖ്യം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാൽപാദത്തിലും കാൽമുട്ടിന് താഴെയും നീരുള്ള ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നു. കാൽപാദത്തിൽ നീര്, കാൽമുട്ടിൽ നീര്, കർത്താവ് ആരെയോ സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളിൽ ചിലർക്ക് ഇതിനകം കിട്ടിക്കാണുന്നൊരു പുസ്തകമാണ് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇത് സ്വന്തമായിട്ട് കിട്ടിയിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഏതാനും പേരേ ഉള്ളൂ, 10 പേരോ 5-10 പേരേ ഉള്ളൂ. ഇത് 20-ാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന കാലം, സെമിനാരിയിൽ ചേർന്ന ശേഷം ഞാൻ ദൈവസ്വരം കേട്ടത് മുതൽ ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. ഈ സ്വരം ഞാൻ വ്യക്തിപരമായി കേട്ടു. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന ഒരു അഭിഷേകം കർത്താവ് നൽകി. അതിങ്ങനെയാണ്, ഒരു പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അരമണിക്കൂറുള്ള ധ്യാന സമയത്ത് പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ ഒരു പ്രകാശഗോളം, ഒരു പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം 2 കൈപ്പാട് അകലെ ഞാൻ കണ്ടു. അത് കണ്ണടയ്ക്കുമ്പോഴേ കാണാൻ പറ്റൂ. അത് അടുത്ത് വന്ന് എൻ്റെ ശിരസിന് മുകളിലിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഞാൻ ദൈവ സ്നേഹാനുഭവത്താൽ നിറഞ്ഞു, പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറഞ്ഞു. 23 വയസ്സുവരെ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലെ എണ്ണമില്ലാത്ത മുറിവുകളും ദുഃഖങ്ങളും പരാതികളും മാഞ്ഞു പോകുന്ന ഈ അനുഭവം നൽകി. അതുവരെ 5 മിനിറ്റ് പോലും പലവിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഞാൻ പിൽക്കാലത്ത് 2-3 മണിക്കൂർ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് കർത്താവ് നയിച്ചു. ഇത് 15 മിനിറ്റ് നേരത്തെ അനുഭവം, ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടിയ അനുഭവം. 1 മാസം കഴിഞ്ഞ് ഈ അനുഭവം വീണ്ടും എന്നിൽ ആവർത്തിച്ചു. ഇതുപോലൊരു അനുഭവം 3-ാം മാസവും 4-ാം മാസവും 5-ാം മാസവും 6-ാം മാസവും ഈ അനുഭവം എന്നിൽ ആവർത്തിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 മാസം കഴിയുമ്പോൾ ഒരു വലിയ കാര്യം എനിക്ക് മനസ്സിലായി. എന്നറിയാവോ? 2 കൊരിന്ത്യർ 5:17 എന്നിൽ പൂർത്തിയായി. 2 കൊരിന്ത്യർ 5:17. ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇത് എന്നിൽ യാഥാർത്ഥ്യമായി. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. 23-ാമത്തെ വയസ്സിലുണ്ടായ പരിശുദ്ധാത്മാ അനുഭവം. പ്രൈസ് ദി ലോർഡ്. 29-ാമത്തെ വയസ്സിൽ പട്ടം കിട്ടി. 30-ാമത്തെ വയസ്സിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കണ്ണുകൊണ്ട് കാണാൻ ദൈവം ഇടയാക്കി. 30-ാമത്തെ വയസ്സ്. അന്ന് തൊട്ട് ധ്യാനപ്രസംഗം ഇതുപോലുള്ള ശുശ്രൂഷ ദൈവം നൽകി. ഇപ്പോൾ 68 വയസ്സ്. അപ്പോൾ എത്ര കൊല്ലം ഈ വചന ശുശ്രൂഷ ചെയ്തു? 38 കൊല്ലം. പോട്ട ദൈവവചന ശുശ്രൂഷ 1987-ലാണ് തുടങ്ങുക. അതിനുശേഷം ഒരു കണക്കനുസരിച്ച് 10-20 കോടി ജനങ്ങൾ വചനം കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേകായിരം പേര് വചന ശുശ്രൂഷകരായി മാറി. ലക്ഷക്കണക്കിന് മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ടായി. ഒരു സുവിശേഷ വേല കേന്ദ്രങ്ങൾ, പോട്ട സുവിശേഷ വേല തുടങ്ങിയ ശേഷം 300ഓളം ഉണ്ടായി. 5 വൻകരകളിലും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമുക്കും ദൈവം ഈ ദിവസങ്ങളിൽ വൻകൃപ അഭിഷേകം നൽകുന്നത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴിയും നമ്മുടെ സഹനം കാഴ്ചവെച്ചും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ഫോം ചെയ്തും എല്ലാം നമ്മൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് സുവിശേഷം എത്തിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 23-ാമത്തെ വയസ്സ് തൊട്ട് ഈ 68-ാമത്തെ വയസ്സ് വരെ ദൈവം നയിച്ച രീതികൾ രണ്ട് അച്ഛന്മാരെന്നോട് ചോദ്യം ചോദിച്ച് ഞാൻ ഉത്തരം പറഞ്ഞത് അവർ ടൈപ്പിലെടുത്ത് അവർ പുസ്തകമാക്കിയതാണ് ഈ പുസ്തകം. ഇവിടെ ഞങ്ങൾ റോമിൽ 2000 പേർക്ക് വേണ്ടിയുള്ള ധ്യാനം നടത്തി. വിയന്നയിൽ 500 പേർക്കുള്ള ധ്യാനം നടത്തി. അതിൻ്റെ തലേ ദിവസം ടെലിവിഷനിലൂടെ എല്ലാം അറിയിച്ചു വിയന്നയിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ മഴയായിരിക്കും. ഞങ്ങൾ അപ്പോഴേ ദൈവോധനം ഏറ്റു പറഞ്ഞു. വെളിപാട് 11:6 എന്ന് പറഞ്ഞേ. വെളിപാട് 11:6. പ്രവചനകാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ആകാശം അടയ്ക്കുവാനുള്ള അധികാരം അവർക്കുണ്ട്. ആ വചനം 3 പ്രാവശ്യം ഞങ്ങൾ ടീമങ്ങൾ ഏറ്റു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദൈവവചനത്തിൻ്റെ അനന്തശക്തിയാൽ വിപരീത കാലാവസ്ഥകൾ നീങ്ങിപ്പോകട്ടെ. എന്താണ് വചനം? വെളിപാട് 11:6. നിങ്ങൾക്കും മഴയെ ബന്ധിക്കാം. വചനത്തിൻ്റെ അനന്തശക്തിയിൽ വിശ്വാസം വേണം. പ്രവചനകാലത്ത്, വചനപ്രഘോഷണ കാലത്ത് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഇത് 3 പ്രാവശ്യം പറഞ്ഞത് ഇതിനെന്നറിയാം. 3 പ്രാവശ്യം പറയുന്നത് സാത്താനൂടെ കേട്ടോട്ടെന്ന് കരുതിയാണ്. അവൻ ഈ വിപരീത കാലാവസ്ഥയും ഭൂകമ്പവും സുനാമിയൊക്കെ ഉണ്ടാക്കാൻ അവൻ അനുവാദം മേടിച്ചു വെച്ചിട്ടുണ്ട്. അവനെ ബന്ധിക്കുന്ന വചനം കൂടിയാണ്. ദൈവവചനത്തിൻ്റെ അനന്തശക്തിയാൽ വിപരീത കാലാവസ്ഥകൾ നീങ്ങിപ്പോകട്ടെ. പിറ്റേ ദിവസം ഒരു തുള്ളി മഴ പോലും വിയന്നയിൽ പെയ്തില്ല. 500ഓളം അവിടുത്തുകാര് വെള്ളക്കാര് ആ ധ്യാനത്തിൽ സംബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വചനത്താൽ തന്നെ സുനാമിയെ ഞങ്ങൾ ബന്ധിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ ഉയർന്ന സുനാമിയെ ഈ വചനത്താൽ തന്നെ ഒന്നിലധികം കൊടുങ്കാറ്റുകളെ ഞങ്ങൾ ബന്ധിച്ചിട്ടുണ്ട്. ഈ വചനം പറയും, ആ വചനത്തിലുള്ള വിശ്വാസം രേഖപ്പെടുത്തും. ദൈവവചനത്തിൻ്റെ അനന്തശക്തിയാൽ കൊടുങ്കാറ്റുകൾ ബന്ധിച്ചിട്ടുണ്ട്. ന്യൂജേഴ്സിയിലുണ്ടായിരുന്ന ആന്റണി തേക്കാനത്തച്ഛൻ ഫ്ലോറിഡയിലേക്ക് മാറിപ്പോയി. അവിടെ എല്ലാ കൊല്ലവും വളരെ നാശം ചെയ്യുന്ന കൊടുങ്കാറ്റുകൾ ഫ്ലോറിഡയുടെ കടലിൽ നിന്ന് എല്ലാ കൊല്ലവും ഉണ്ടാകാറുള്ളതാണ്. അച്ഛൻ അവിടെ ചെന്നു. എല്ലാ ദിവസവും കാലത്തുള്ള 1 മണിക്കൂർ ആരാധനയിൽ കൊടുങ്കാറ്റിനെ ബന്ധിക്കുന്ന യേശു ബന്ധിച്ച വചനം പറഞ്ഞിട്ട് ഫ്ലോറിഡ കടലിൽ നിന്ന് വരുന്ന കൊടുങ്കാറ്റ് ബന്ധിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് വരെ അവിടെ പിന്നെ കൊടുങ്കാറ്റ് വീശിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുസ്തകം ഒരു കോപ്പിയെങ്കിലും നിങ്ങൾ സ്വന്തമാക്കുവാൻ നോക്കുക. ഒരു കോപ്പി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചുകൊള്ളുക. പോരെങ്കിൽ നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്നവരാണെങ്കിൽ 5-10 കോപ്പി മേടിച്ച് കൊണ്ടുപോയി പരിശുദ്ധാത്മാവ് നയിക്കുന്ന രീതി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അവസരം കൊടുക്കുക. ഇത് ജപമാല ശക്തി എന്നുള്ള പുസ്തകമാണ്. 3 കൊല്ലം ജപമാല ചൊല്ലാതെ നടന്നയാളാണ് ഞാൻ. എന്തിന് ഇത്രയും നന്മറിഞ്ഞറിയും ചൊല്ലിക്കൂട്ടുന്നു? വല്ല ദൈവോധനവും പറഞ്ഞാൽ പോരെ. സാത്താനാണ് ഉപദേശം തരുന്നത്. എന്നാൽ കർത്താവ് അത്ഭുതകരമായി മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെജ്ഗോറി, ഈസ്റ്റേൺ യൂറോപ്പ്, ബോസ്നിയയിലുള്ളത്, പണ്ടത്തെ യുഗോസ്ലേവിയ, 1981 മുതൽ മാതാവ് ദർശനത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുത്ത സ്ഥലം. അവിടെ പോയി 3 ദിവസം 1996 ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നവരെല്ലാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടേ പോരുള്ളൂ. അനേകം പേര് കുമ്പസാരക്കൂട്ടിൽ വെച്ചാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നത്. അതുകൊണ്ട് മെജ്ഗോറിയെക്കുറിച്ച് പറയുന്നത് ദ കൺഫെഷണൽ ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ കുമ്പസാരക്കൂടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ 3 ദിവസം താമസിച്ചപ്പോൾ ഒരു വീടിൻ്റെ വരാന്തയിൽ, ഒരു വീടിൻ്റെ മുറിയാണ് എനിക്ക് കിട്ടിയത്. 4 മണിക്ക് വരാന്തയിലിരിക്കുമ്പോൾ മലയാളത്തിലുള്ള പ്രസംഗം കേട്ട് ഞാൻ തല വട്ടവിട്ട് നോക്കി. അവിടെ ആരുമില്ല. പ്രവചന ശബ്ദമായിരുന്നു. ജപമാലയെക്കുറിച്ചായിരുന്നു. എന്താണ് ജപമാല, എന്തിനാണ് ജപമാല ചൊല്ലുന്നത്, അതായിരുന്നു ഞാൻ കേട്ട പ്രവചന ശബ്ദം. പ്രേയിങ് വിത്ത് മേരി, മെഡിറ്റേറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് ജീസസ്. മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അനന്ത യോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവർക്കും, ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മ അഭിഷേകം. അതുവഴി സാത്താൻ്റെ ശക്തി നിർവീര്യമാകുന്നു.
പാപത്തിൻ്റെ ശക്തി നിർവീര്യമാകുന്നു എന്ന് പറഞ്ഞേ. മറിയത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നു, മറിയത്തിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ ജീവിതം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ ജീവിതത്തിന്റെ യോഗ്യതയിൽ, യേശുവിന്റെ ജീവിതത്തിന്റെ യോഗ്യതയിൽ. അതെങ്ങനെയുള്ള യോഗ്യത? ആനന്ദ യോഗ്യതയിൽ. ജപമാല ചൊല്ലുന്നവർക്കും ജപമാല ചൊല്ലുന്നവർക്കും, ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ, ആർക്ക് വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം. അതുവഴി പാപത്തിന്മേലും സാത്താന്റെ മേലും ജയം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അതൊക്കെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് 2-3 കൊല്ലമായിട്ട് ഞങ്ങൾ 5-6 പേര് കൂടി ജപമാല ചെല്ലുമ്പോൾ ഒരാൾക്ക് ആഴത്തിൽ അങ്ങ് ഉറങ്ങിപ്പോകുന്ന പോലെ ഒരു അനുഭവം വരും. അതിന് പറയുന്നത് സ്ലീപ്പിംഗ് ഇൻ ദ സ്പിരിറ്റ് ഓർ റെസ്റ്റിംഗ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ്. ആ സമയത്ത് ജപമാല ചെല്ലുന്നവർക്കൊരു പുതിയ അഭിഷേകം കിട്ടും. ഏത് ഇടവയ്ക്ക് വേണ്ടിയാണോ ജപമാല ചെല്ലുന്നത് അവിടുത്തെ പൈശാചിക ബന്ധനങ്ങൾ ആ ജപമാലയിൽ നിർവീര്യമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ഉണർവ് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇനി വരുമ്പോഴൊക്കെ നിങ്ങൾ നല്ല നോട്ട്ബുക്കും ഡയറിയൊക്കെ കൊണ്ടുവരണം. ഇത് ഭാര്യ എഴുതുന്നുണ്ടെങ്കിൽ ഭർത്താവ് എഴുതുന്നില്ല, ഭർത്താവ് എഴുതുന്നുണ്ടെങ്കിൽ ഭാര്യ എഴുതുന്നില്ല. ആ പരിപാടി നല്ല പരിപാടിയല്ല. ഓരോരുത്തരും പറയുന്ന കേൾക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റൊക്കെ കുറിച്ചെടുത്ത് പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹം കൂടി അതെങ്ങനെയാണ് വിട്ടുപോയെന്നൊക്കെ നോക്കി എഴുതി വെച്ച് വചനം പഠിക്കണം. അല്ലെങ്കിൽ 36 ധ്യാനം കൂടിയാലും മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ. സാത്താൻ 2 മാസത്തിനുള്ളിൽ അവൻ്റെ വിഷം കയറ്റാൻ തുടങ്ങും. തല എന്ന് പറയുന്നത് സാത്താൻ്റെ വർക്ക്ഷോപ്പാണ്. ഇവിടെ വന്നിരിക്കുന്ന അനേകം പേര് നശിക്കാൻ കാരണം അവരുടെ തലയിൽ നിന്ന് കിട്ടിയ സാത്താൻ്റെ പ്രേരണയനുസരിച്ച് പലതും ചെയ്തു. തല പറയുന്നത് വിശ്വസിക്കരുത്. കണ്ണടച്ച് ഹൃദയത്തോട് ചോദിക്കണം. അവിടെയാണ് ദൈവം വസിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇത് ചെയ്യണോ? ഈ കടമെടുക്കണോ? അങ്ങോട്ട് പോകണോ? ദൈവം എന്താ പറയുന്നത്? കണ്ണടച്ച് ഹൃദയത്തോട് ചോദിച്ചാൽ അവിടെ നിന്ന് ചതി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. തലയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് കടമെടുത്തു, മുടിഞ്ഞു. വിദേശത്തേക്ക് ഓടി 25 ലക്ഷം പോയി. തല സാത്താൻ്റെ വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യമായിട്ടുള്ള ദൈവവചനം ഒന്നും ഈ തലയിലില്ല. മനഃപൂർവ്വം വചനം കുറിച്ചെടുത്ത് ഏറ്റുപറഞ്ഞ് അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ കുറേ വചനം മനസ്സിൽ തങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ആരുടെ പക്കലേക്ക് ചെല്ലുന്നുവോ അവരെ ദൈവങ്ങളെന്നവൻ വിളിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവവചനം നമ്മുടെ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കണം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ. അല്ലെങ്കിൽ അവർ പിന്നീട് പ്രായം ചെല്ലുമ്പം അവരുടെ ശ്രദ്ധ പതറിപ്പോകും. ധാരാളം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മധുരമുള്ള വചനം ചൊല്ലിക്കൊടുത്ത് വചനത്തിൽ വേരുറപ്പിക്കണം. ദൈവവചനം ഇല്ലാത്തിടത്ത് സാത്താൻ വിളയാട്ടം നടത്തും. എത്ര ശ്രമിച്ചാലും അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെയും യുവാക്കന്മാരുടെയും എല്ലാം കടമയാണ് വചനം തേടി കണ്ടെത്തുക, വചനം കുറിച്ചെടുക്കുക, സ്വന്തമായിട്ട് വചനം ഏറ്റുപറയുക. അതിൽ ഏറ്റവും നല്ല വചനം പറഞ്ഞിട്ട് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം ചുറ്റുമുള്ള 10,000-ന് കൊടുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നിലനിൽപ്പ് കിട്ടും, വളർച്ച കിട്ടും, നമ്മുടെ കുടുംബവും മക്കളും അനുഗ്രഹീതരാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ക്രിസ്തു ശിഷ്യത്തായി കുരിശിൻ താഴെ സഹരക്ഷകൈ സകല ജനത്തിൻ മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തു ശിഷ്യത്തായി കുരിശിൻ താഴെ സഹരക്ഷകൈ സകല ജനത്തിൻ മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, കോടി കോടി മക്കൾക്കായി. ക്രിസ്തു ശിഷ്യത്തായി കുരിശിൻ താഴെ സഹരക്ഷകൈ സകല ജനത്തിൻ മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തു ശിഷ്യർ തന്നായി കുരിശിൻ താഴെ സഹരക്ഷകൈ സകല ജനത്തിനു മാതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, കോടി കോടി മക്കൾക്കായി. ആത്മാവിൻ നിറവിനായി വചനത്തിൻ വെളിവിനായി സ്നേഹത്തിൻ തികവിനായി പ്രാർത്ഥിക്കണമേ മക്കൾക്കായി. ആത്മാവിൻ നിറവിനായി വചനത്തിൻ വെളിവിനായി സ്നേഹത്തിൻ തികവിനായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
പേര് ശോഭ. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ്. ഞാൻ 7 മാസമായിട്ട് കിടന്നടപ്പായിരുന്നു. എനിക്ക് കിഡ്നിക്ക് കുഴപ്പവും ലിവറിന് കംപ്ലൈൻറ്റും ഒരു ഹോസ്പിറ്റൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു, പിന്നെ കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു. എനിക്ക് നല്ല ആശ്വാസമുണ്ട്. മേരി, പള്ളിയിൽ മുട്ടുകുത്താൻ സാധിക്കണ്ടായിരുന്നില്ല. 3 വർഷമായി ഇവിടെ മുട്ടുകുത്തി. ഇല്ല, മുട്ടുകുത്തി ഇന്നലെ തുടങ്ങി മുട്ടുകുത്തി. ചാടാൻ പറ്റി എനിക്ക്. 3 വർഷമായിട്ട് മുട്ടുകുത്താത്ത സഹോദരിയാണ് ഈ ചാട്ടത്തിൽ സൗഖ്യം കിട്ടിയെന്ന്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.